ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പേജ് 122 മൂന്നാമത്തെ കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ പേജ് 117 അഞ്ചാമത്തെ കണക്ക് നമ്മൾ ചെയ്തതാണ്. പേജ് 117 അഞ്ചാമത്തെ കണക്ക് പോലെ തന്നെയാണ് ഈ കണക്കും ചെയ്യേണ്ടത്. ചോദ്യം നോക്കിക്കോ. ഒരു വൈദ്യുതി തൂണിൻ്റെ മുകളറ്റത്ത് നിന്ന് 2 ഇരുമ്പ് കമ്പികൾ ദിശകളിലേക്കും തറയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററും. തൂണിൻ്റെ ഉയരം എത്രയാണ്? ഇതാണ് ചോദ്യം. ചോദ്യം ശരിക്ക് വായിച്ച് നോക്കുക. ഈ ഭാഗത്ത് റഫായിട്ട് ഫിഗർ വരയ്ക്കുന്നതിന് ഒരു മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് റഫ് ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണ്. എന്താണ് പറഞ്ഞത്? ഒരു വൈദ്യുതി തൂണുണ്ട്. തറ ഇങ്ങനെ അല്ലേ? തറ ഇങ്ങനെയാണ്. ഇവിടെ എന്തുണ്ട്? ഒരു വൈദ്യുതി തൂണ് അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ്. ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇരുവശത്തുമായി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? എന്താണ് വലിച്ചു നീട്ടി ഇരിക്കുന്നത്? 2 ഇരുമ്പ് കമ്പികൾ തറയിലേക്ക് വലിച്ച് കെട്ടിയിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ എന്ന് വെച്ചാൽ ഇവിടെയല്ലേ, തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ എത്രയാണ്? 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ഈ അകലം എത്ര മീറ്ററാണ്? 25 മീറ്ററാണ്. എങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ, ഇതല്ലേ ഇലക്ട്രിക് പോസ്റ്റ്, ഇതിന് എ പി ബി സി ഇങ്ങനെ പേര് കൊടുത്താൽ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പടം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചിത്രത്തിൽ എ പി സി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഇതേപോലെ ഒരു കണക്ക്. എ പി സി എന്താണ്? മട്ടത്രികോണമാണ്. ബി പി സിയും എന്താണ്? വേറൊരു മട്ടത്രികോണമാണ്. നമുക്ക് എ ബിയുടെ നീളം 25 ആണെന്നറിയാം. അപ്പോൾ ആദ്യത്തെ മട്ടത്രികോണത്തിൽ നിന്ന് എ പി യുടെ നീളം കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ മട്ടത്രികോണത്തിൽ നിന്ന് പി ബിയുടെ നീളം കണ്ടുപിടിക്കുന്നു. എ പി പ്ലസ് പി ബി സമം 25 അല്ലേ? അതുപയോഗിച്ച് ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ നീളം കണ്ടുപിടിക്കുന്നു. ആദ്യം ഏതാണ് എടുക്കേണ്ടത്? മട്ടത്രികോണം എ പി സിയിൽ ഈ ഭാഗത്ത് കൂടുതലും നമ്മൾ ടാൻ ഉപയോഗിച്ചാണ് കണക്കുകൾ ചെയ്യുന്നത്. ചെയ്യാൻ എളുപ്പം അതാണ്. കൂടുതൽ കണക്കുകൾ മട്ടത്രികോണം എ പി സിയിൽ ടാൻ 55 എന്തായിരിക്കും? ഇവിടെ കർണം ഏതാണ്? 90 ഡിഗ്രിക്കെതിരെയുള്ളതാണ് കർണം. ടാൻ 55 എന്ന് വെച്ചാൽ എതിർവശം ബൈ സമീപവശം. എതിർവശം എന്താണ്? സി പി ബൈ എ പി അല്ലേ? ഇനി എ പി സമത്തിന് ഇപ്പുറം എടുത്താൽ എന്ത് വരും? നമുക്ക് എ പി സമമാണ് കിട്ടേണ്ടത്. എ പി ഇൻറ്റു ടാൻ 55 സമം സി പി. സി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ വൈദ്യുതി തൂണാണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ടെടുത്തു. അപ്പോൾ എ പി ഇൻറ്റു ടാൻ 55 സമം സി പി. അപ്പോൾ എ പി ഇൻറ്റു ടാൻ 55 സമം സി പി എന്താണ്? എക്സ്. അപ്പോൾ എ പി സമം എക്സ് ബൈ ടാൻ 55. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത മട്ടത്രികോണം ഏതാണ്? മട്ടത്രികോണം സി പി ബിയിൽ ഇതേപോലെ നമ്മൾ ഒരു കണക്ക് ചെയ്തതാണ്. ഇതേപോലെ മട്ടത്രികോണം സി പി ബിയിൽ ടാൻ 40 എന്ത് വരും? ഈ മട്ടത്രികോണത്തിൽ ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രിക്കെതിരെയുള്ളത് കർണമാണ്.
ടാൻ 40 കണ്ടുപിടിക്കേണ്ടത്. എതിർവശം ബൈ സമീപവശം. അപ്പോൾ എന്ത് വരും? CP/PB അല്ലേ? നമുക്ക് ഈ മട്ടത്രികോണത്തിൽ നിന്ന് PB എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ PB സമത്തിനിപ്പുറം വരുമ്പോൾ എന്തായി? PB × tan 40 സമം CP. അപ്പോൾ PB × tan 40 CP എന്താണ്? X അല്ലേ? അപ്പോൾ PB സമം എന്ത് വരും? X/tan 40. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ ചിത്രം നോക്കിക്കേ. ഇതിനകത്ത് AB സമം എത്രയാണ്? 25. ABയെ നമുക്ക് AP + PB എന്ന് എഴുതിക്കൂടെ? അപ്പോൾ AP + PB സമം എത്രയാണ്? 25. അത് ഞാനിവിടെ എഴുതി. AB സമം 25. AP + PB സമം 25. ഇനി ഇക്വേഷൻ 1-ൽ AP എന്താണ്? X/tan 55. ഇക്വേഷൻ 2-ലോ PB എന്താണ്? X/tan 40. അപ്പോൾ APക്ക് പകരം നമുക്ക് എന്തെഴുതാം? X/tan 55 + X/tan 40 = 25 ആണല്ലോ. ഇനി tan 55ൻ്റെയും tan 40യുടെയും വില നമുക്ക് എഴുതാം. tan 55ൻ്റെ വില എത്രയാണ്? 1.4281. ഇത് രണ്ട് സ്ഥാനങ്ങൾക്ക് കാണുമ്പോൾ 1.43 എന്ന് എഴുതിക്കൂടെ? മൂന്നാമത്തെ സ്ഥാനം എന്താണ്? 5-ൽ കൂടുതലാണ്. ഇനി tan 40 എത്രയാണ്? 0.8391. അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം? 0.84 എന്നെഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? X/tan 55 1.43 + X/0.84 = 25. ഈ രണ്ട് ഫ്രാക്ഷനിലും ഡിനോമിനേറ്റർ ഛേദം വ്യത്യസ്തമല്ലേ? അപ്പോൾ എന്ത് വേണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. X × 0.84 + X × 1.43 / 1.43 × 0.84 = 25. X × 0.84 നമുക്ക് എങ്ങനെ എഴുതാം? 0.84x + 1.43x / 1.43 × 84 എത്രയാണ്? 143നെ 84 കൊണ്ട് ഗുണിച്ച് നോക്കാം. 4 3 12, 1 ബാക്കി, 4 4 16, 16 1 17, 1 ബാക്കി, 1 4 4, 4 1 5. 8 കൊണ്ട് 8 3 24, 2 ബാക്കി, 8 4 32 അല്ലേ? 32 34, 3 ബാക്കി, 1 8 8 3 11. അപ്പോൾ 2 7 4 11, 5 1 6, 6 4 10, 1 1 2 പോയിൻ്റ്. ഇത് നമ്മൾ ഗുണിച്ചു. 143നെ 84 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ഇവിടെ നമുക്ക് 1.43യെ 0.84 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെയും 2. മൊത്തം എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട്. അപ്പോൾ 1 2 3 4 4 സ്ഥാനം മാറ്റി നമുക്ക് കുത്തിടണം. അപ്പോൾ എൻ്റെ എഴുതാം 1.20. 2 സ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് കാണുമ്പോൾ ഇത് 1ഉം 2ഉം അല്ലേ? 1.20 സമം 25. ഇനി 1.43xും 0.84ഉം നമുക്ക് കൂട്ടാവല്ലോ. എന്ത് വരും? 1.43 + 0.84. 4 3 7, 8 4 12, 2.27. അപ്പോൾ എന്ത് വരും? 2.27x / 1.20 = 25. ഇനി 2.27x / 1.20 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? × 1.20. അപ്പോൾ 2.27x = 25ഉം 120ഉം കൂടെ ഗുണിക്കുക. 120 ഗുണിക്കണം 25. I 0 0,
I 2 10, 1 ബാക്കി, 1 5 5, 5 1 6, 2 0 0, 2 4, 1 2 2, 0 0, 6 4 10, 2 1 3. എന്ത് കിട്ടി? അല്ലേ, 120നെയാണ് 25 കൊണ്ട് ഗുണിച്ചത്. നമുക്ക് 1.20 അല്ലേ വേണ്ടത്. അപ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടണം. അപ്പം 30.00 എന്ന് വെച്ചാൽ 30 കേട്ടോ. അപ്പോൾ 2.27 x = 30. അപ്പോൾ എക്സ് സമയം എന്ത് വരും? 30/2.27. ഇനി നമുക്ക് ഹരിക്കുന്ന സംഖ്യയ്ക്ക് ആ പോയിൻ്റ് മാറ്റാൻ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പോൾ ഏതുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട്. അപ്പം മുകളിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട്. അപ്പോൾ ഇതെന്താവും? 3000 അല്ലേ? 30ൻ്റെ കൂടെ 2 0. ഇവിടെ പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് 2 0. പിന്നെ 2.27ൻ്റെ പോയിൻ്റ് മാറി. അപ്പോൾ നമുക്ക് 2.27ൻ്റെ പോയിൻ്റ് മാറി എന്തായി? 227 അപ്പോൾ 3000നെ ഏതുകൊണ്ട് ഹരിക്കണം? 227 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്ത് വരും? 3000 ഹരിക്കണം 227. 3-നേക്കാൾ ചെറുത് 227-ൽ 3 അടങ്ങോ? ഇല്ല, 3 ചെറുതാണ് 227-നേക്കാൾ. പിന്നെ ഏതാണ് ആദ്യം നോക്കേണ്ടത്? 300 അല്ലേ? 30-ൽ അടങ്ങുകയില്ല. 300-ൽ എത്ര 227 കാണും? നമുക്കറിയാം 227 എന്ന് പറഞ്ഞാൽ 200-നും 300-നും ഇടയ്ക്കുള്ളതാണല്ലേ. 227 കുറച്ച് സംഖ്യയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം അല്ലേ? 227. 7 3 10, 2 1 3, 3 7 10 അല്ലേ? 73. ഇനി ഇറക്കിയിടാൻ 0 ഉണ്ടോ? ഒരു 0 ഉണ്ട്. 730-ൽ എത്ര 227 കാണും? അത് നോക്കാൻ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. 730 പൂജ്യമുള്ള സംഖ്യ ഏത്? 700-നടുത്താണോ 800-നടുത്താണോ? 700-നടുത്ത്. അപ്പോൾ നമുക്ക് ഏകദേശം നോക്കാനാണ് 700. 227 200-നടുത്താണോ 300-നടുത്താണോ? 200-നടുത്ത് അല്ലേ? ഏറ്റവും അടുപ്പം 200-ആണ്. അപ്പോൾ 700-ൽ എത്ര 200 ഉണ്ട്? ഒരു 200 2 പ്രാവശ്യം ഗുണിച്ചാൽ 400-ആണ്. 3 പ്രാവശ്യം ഗുണിച്ചാൽ 600-ആണ്. 4 പ്രാവശ്യം ഗുണിച്ചാൽ 800-ആയി. അപ്പം 700-ൽ എത്ര 200 ഉണ്ട്? 3. അപ്പോൾ 730-ൽ 227 ഏകദേശം 3 പ്രാവശ്യമായിരിക്കാം. നമുക്കൊന്ന് നോക്കാം. 227 × 3. 3 7 21, 2 ബാക്കി, 2 3 6, 6 2 8, 2 3 6, 681. 730-ന് അടുത്തല്ലേ? അപ്പം 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 681. ഇനി ഇത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് ഈ കുറയ്ക്കുന്ന സംഖ്യ 227-ൽ കുറവായിരിക്കണം. 9 8 1 9 4 13 6 49 അല്ലേ? ഇനി ഇറക്കിയിടാൻ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തിടണം? പോയിൻ്റ് ഇടണം. ഇനി 490-ൽ 3 പ്രാവശ്യമാണെങ്കിൽ 681. അപ്പോൾ 3 പ്രാവശ്യം വരുമോ? ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമായിരിക്കും. നോക്കാം. 7 14, 1 ബാക്കി, 2 4 1 5, 2 4 454. അപ്പോൾ എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. അപ്പം 454. 6 4 10, 5 1 6, 6 3 9. 36 ശിഷ്ടമുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാമെങ്കിലും ഇത്രയും ചെയ്താൽ മതി. 13.2. നമുക്കിവിടെ എന്താണ് 3000-നെ 227 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 13.2 കിട്ടിയത്. എന്ത് സമമാണ്? എക്സ് സമം. എക്സ് നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത്? ഈ തൂണല്ലേ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ തൂണിൻ്റെ നീളമല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം തൂണിൻ്റെ നീളം എന്താണ്? തൂണിൻ്റെ നീളം സമം 13.2. മനസ്സിലായോ? അതായത് ഒരു ഇലക്ട്രിക് പോസ്റ്റ്, വൈദ്യുതി ഉണ്ട്. അതിൻ്റെ ഇരുവശങ്ങളിലും കമ്പി തറയോട് വലിച്ച് നീട്ടിയിരിക്കുന്നു. ഈ കോൺ 55, ഈ കോൺ 40. പിന്നെ എന്താണ് 25 എന്നാണ് പറഞ്ഞത്?
കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം. നമ്മൾ ഇതേപോലൊരു കണക്ക് നമ്മൾ ചെയ്തതാണ്. അപ്പം നമുക്ക് AB 25 അറിയാം. അപ്പോൾ ABയെ നമുക്ക് AP + PB എന്നെഴുതിക്കൂടെ? ABയെ നമുക്ക് എങ്ങനെ, AB 25. അപ്പോൾ ABയെ നമുക്ക് എങ്ങനെ എഴുതാം? AP + PB = 25. ഇതുപയോഗിച്ചാണ് നമ്മൾ തൂണിൻ്റെ നീളം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മട്ടത്രികോണമായ APCയിൽ നിന്നും tan 55, ഇതാണ് കർണം, എതിർവശം x/AP, ഇതാണ് CP/AP. പിന്നെ AP ഇപ്പുറത്ത് വരുമ്പോൾ AP × tan 55 = CP. അപ്പോൾ AP = x/tan 55. അതേപോലെ തന്നെ അടുത്ത മട്ടത്രികോണം CPBയിൽ tan 40, ഇത് കർണമാണ്, എതിർവശം x/PB. CP ആണ് x. അപ്പോൾ x/PB എന്ന് വരും, അല്ലെങ്കിൽ CP/PB. PB ഇപ്പുറത്ത് വരുമ്പം PB × tan 40 = CP. CP x ആണല്ലോ, അപ്പം PB × tan 40 = x. അപ്പം PB = x/tan 40. അപ്പോൾ APയും കിട്ടി, PBയും കിട്ടി. അപ്പം നമുക്ക് AP + PB = 25 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? x/tan 55 + x/tan 40 = 25. tan 55ൻ്റെ വില എന്തായിരുന്നു? 1.43. tan 40 0.84, അതിവിടെ കൊടുത്തു. പിന്നെ ഇത് രണ്ടും ഛേദം വ്യത്യസ്തമായ ഭിന്നങ്ങളാണ്. അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ x × 0.84 + x × 1.43 / 1.43 × 84 = 25. 0.84 × x എന്ന് പറഞ്ഞാൽ എന്താണ്? 0.84x. സോറി, x × 0.84 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.84x. x × 1.43 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.43x / 143നെ 84 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ സംഖ്യയാണ്. അപ്പം പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെയും 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, മൊത്തം 4 സ്ഥാനം. അപ്പം 1.20. പിന്നെ 0.84x-ഉം 1.43x-ഉം കൂടെ കൂട്ടിയപ്പോൾ 2.27x കിട്ടി. / 1.20 = 25. / 1.20 ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി? × 1.20 ആയി. 2.27x = 25 × 1.20. ഇത് ഗുണിച്ചപ്പോൾ 25നെ 120 കൊണ്ട് നമ്മൾ ഗുണിച്ചു. കണ്ടോ? 3000 കിട്ടിയത്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമില്ലേ? ഇവിടെ പോയിൻ്റുള്ള സംഖ്യയില്ല. അപ്പം 30.00 എന്ന് പറഞ്ഞാൽ എന്താണ്? 30.00 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 2.27x = 30. അപ്പോൾ x = 30. ഈ 2.27x എന്ന് പറഞ്ഞാൽ എന്താണ്? 2.27 × x ആണ്. സമത്തിനിപ്പുറം വരുമ്പം / 30/2.27 ഹരിക്കുമ്പോൾ ഈ സംഖ്യയ്ക്ക് പോയിൻ്റുള്ള സംഖ്യ ആകാൻ പാടില്ലല്ലോ. പോയിൻ്റ് മാറ്റാൻ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം, അപ്പോൾ 2 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട്, മുകളിലും 100 കൊണ്ട് ഗുണിച്ചു. 30നെ 100 കൊണ്ട് ഗുണിച്ചാൽ 3000. 2.27നെ 100 കൊണ്ട് ഗുണിച്ച് 227. അപ്പം 3000നെ 227 കൊണ്ട് ഹരിച്ചു. ആദ്യം 300-ൽ 227 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. 227 എന്ന് പറഞ്ഞാൽ 300-നും 200-നും ഇടയ്ക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കുറച്ചപ്പോൾ 73 കിട്ടി. ഒരു പൂജ്യം കൂടി ഇറക്കിയിട്ടു. 730-ൽ എത്ര 227 കാണും? ഒരു ഏകദേശം നോക്കാനാണ്. 730 എന്ന് വെച്ചാൽ 700-നടുത്ത ഒരു സംഖ്യ, 700-നടുത്തതാണ്. 227 എന്ന് പറഞ്ഞാലും 300-നേക്കാൾ 200-നോടല്ലേ അടുപ്പം. 730-നും 700-നോടാണ് കൂടുതൽ അടുപ്പം 800-നേക്കാൾ. അപ്പോൾ 700-ൽ 200 3 പ്രാവശ്യം. അപ്പോൾ ഇത് 3 പ്രാവശ്യമാണോ എന്ന് നമ്മൾ ഗുണിച്ച് നോക്കി. അപ്പം 730-ൻ്റെ അടുത്ത സംഖ്യ വരുന്നുണ്ട്. അപ്പം 3 എന്നിട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്തത് തെറ്റായി പോകാൻ ചിലപ്പോൾ. അതെങ്ങനെ മനസ്സിലാകും? ഈ കുറയ്ക്കുന്ന സംഖ്യ എപ്പോഴും 227-ൽ കുറയണം. അപ്പം കുറച്ച് സംഖ്യ 49 കിട്ടിയത്. ഇനി ഇറക്കിയിടാൻ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പം പോയിൻ്റ് ഇട്ട് 0 ഇട്ടു. 490-ൽ എത്ര 227? 2 പ്രാവശ്യം. അപ്പോൾ 2. അപ്പോൾ 450. ഇനിയും നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ ഇത്ര കൊണ്ട് നിർത്താം.
വേണമെങ്കിൽ ഇനി 360-ൽ എത്രയുണ്ടെന്ന് നോക്കാം. 227 2 പ്രാവശ്യം ഇല്ല, 454 അപ്പോൾ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ എത്ര ഗുണിക്കുക 227 കുറച്ച് എഴുതാം അല്ലേ. ഈ 227 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 454, 360-ൽ കൂടിപ്പോയി, അപ്പോൾ ഒരു പ്രാവശ്യം. അങ്ങനെ ചെയ്ത് പോകാം. ഇത് തീരുകയില്ല. അതുകൊണ്ട് ഒരു സ്ഥാനമോ 2 സ്ഥാനമോ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് ഇവിടെ x = 13.21. ഒന്നും കൂടെ കൃത്യമായിട്ട് ഇനിയും ഹരിച്ചാൽ അവസാനിക്കത്തില്ല, എന്നാലും അവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ വൈദ്യുതി തൂണിൻ്റെ നീളം 13.21 കിട്ടി.